തിരുവനന്തപുരം കോർപ്പറേഷന്റെ മുട്ടട വാർഡിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട കെ.എസ്.യു ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണ സുരേഷിന്റെ പേരിനെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടി ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ വിവാദമായി ഉയർന്നിരിക്കുകയാണ്. ഈ നടപടിക്കെതിരെ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് പാർട്ടി. അന്തിമ വോട്ടർ പട്ടികയിലും ഞായറാഴ്ച പുറത്തിറക്കിയ സപ്ലിമെന്ററി ലിസ്റ്റിലും വൈഷ്ണയുടെ പേരുണ്ടായിരുന്നില്ല. ഇതിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് ഹർജി നൽകാനുള്ള നീക്കം. കോടതിയിൽ നിന്ന് അനുകൂല വിധി വന്നാൽ വൈഷ്ണ തന്നെയാവും മത്സരിക്കുകയെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു. വൈഷ്ണ സുരേഷിനോട് പ്രചാരണവുമായി മുന്നോട്ടു പോകാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയതിൽ അന്തിമ തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് നിർദ്ദേശം. പ്രചാരണം നിർത്തിവെക്കില്ലെന്നും പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു. സ്ഥാനാർത്ഥിത്വം റദ്ദാക്കപ്പെടുന്ന സാഹചര്യം മുന്നിൽ കണ്ട് ഡമ്മി സ്ഥാനാർത്ഥിയെ നിർത്താനും കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ്. കളക്ടർ അപ്പീൽ തള്ളിയാൽ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന ദിനം പകരം സ്ഥാനാർത്ഥി പത്രിക സമർപ്പിക്കും. മേൽവിലാസത്തിലെ പിഴവ് ചൂണ്ടിക്കാട്ടിയായിരുന്നു വൈഷ്ണയുടെ പേര് നീക്കം ചെയ്തത്. ഇതോടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത മങ്ങുകയായിരുന്നു. പേരൂർക്കട ലോ കോളേജിലെ നിയമവിദ്യാർത്ഥിയായ 24-കാരി വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം തുടക്കം മുതൽ ശ്രദ്ധ നേടിയിരുന്നു. കെ.എസ്.യു ജില്ലാ വൈസ് പ്രസിഡന്റും ടെക്നോ പാർക്ക് ജീവനക്കാരിയും കൂടിയാണ് വൈഷ്ണ. ആദ്യഘട്ടത്തിൽ കവടിയാറിൽ ശബരിനാഥിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിനൊപ്പം പ്രഖ്യാപിച്ച പേരായിരുന്നു വൈഷ്ണയുടേത്. സ്ഥിരതാമസമുള്ള വിലാസത്തിലല്ല വൈഷ്ണയുടെ വോട്ട് എന്ന് ചൂണ്ടിക്കാട്ടി CPIM പരാതി നൽകിയിരുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നൽകിയ വിലാസം ശരിയല്ലെന്നും പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നും കാണിച്ചായിരുന്നു CPIM പരാതി. തുടർന്ന് ഹിയറിംഗിന് വിളിച്ചിരുന്നു. പിന്നാലെയാണ് വോട്ട് തള്ളിയത്. മുട്ടടയിൽ കുടുംബ വീടുള്ള വൈഷ്ണ അമ്പലമുക്കിലെ വാടക വീട്ടിലാണ് താമസം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരുന്നു. CPIM പരാതി അംഗീകരിച്ച് വൈഷ്ണയുടെ വോട്ട് നീക്കുകയായിരുന്നു. അതേസമയം വൈഷ്ണ സുരേഷിന്റെ പേര് നീക്കം ചെയ്ത നടപടിക്കെതിരെ കെ.എസ്.യു രംഗത്തെത്തി. വൈഷ്ണയെ പോലുള്ള യുവ സ്ഥാനാർത്ഥികളെ CPIMന് ഭയമാണെന്ന് വ്യക്തമായതായും പ്രസ്തുത വിഷയത്തിൽ നടത്തുന്ന നിയമ പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. വികസനം ചർച്ച ചെയ്ത് രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് നേടാൻ കഴിയാതെ വന്ന് കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും സംഘമായി മാറിയ CPIM പരാജയഭീതി മൂലം ജനാധിപത്യ പോരാട്ടങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ വിധിയെഴുത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാകും. KPCC ജനറൽ സെക്രട്ടറി KS ശബരിനാഥിന്റെ നേതൃത്വത്തിൽ ബഹുദൂരം മുമ്പിലാണ് UDF ക്യാമ്പെന്നും അലോഷ്യസ് സേവ്യർ വ്യക്തമാക്കി. എന്തായാലും നിയമപരമായ വഴിയിലൂടെ നീതി നേടാനുള്ള കോൺഗ്രസിന്റെ തീരുമാനം തദ്ദേശതല തെരഞ്ഞെടുപ്പിലെ ഒരു സ്ഥാനാർത്ഥിയുടെ അവകാശ സംരക്ഷണം മാത്രമല്ല, ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ചട്ടങ്ങളെ തന്നെ നിലനിർത്താനുള്ള ശ്രമമായി മാറുന്നു. ജനാധിപത്യത്തിന്റെ വിശ്വാസ്യതയും വ്യക്തികളുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത ഈ സംഭവം വീണ്ടും ശക്തമായി മുന്നോട്ട് വെക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.